എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. സമയം രാത്രി 10:30. ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പഴയ ഫോണാണ്, ഒരു 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഇതിന് റെസ്റ്റ് കൊടുക്കേണ്ട ടൈം ആയിരിക്കുക. അപ്പോൾ നമുക്കിതിന് റെസ്റ്റ് കൊടുക്കാം അല്ലേ. എന്നിട്ട് നമ്മുടെ പുതിയ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് iPhone 12 ആണെന്ന്. iPhone 12 Pro Max. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസൊക്കെ iPhone 12 മികവോടുകൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ. കുറേ നാളായിട്ട് കാത്തിരിക്കുക ഈ ഫോൺ കയ്യിലെത്താനായിട്ട്. കാര്യം ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും ക്യാമറ സ്പെഷ്യാലിറ്റി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റോടെ ഇരിക്കുകയാണ്. ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ iPhone 12 പ്രത്യേകത എല്ലാവർക്കും അറിയാം, അതിനുള്ള ചാർജർ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ 20 വാട്ട്സിൻ്റെ ഒരു പവർ അഡാപ്റ്റർ എക്സ്ട്രാ ആണ്. ഇതിനകത്ത് C ടൈപ്പ് കേബിൾ ഉണ്ടാകുന്നത്. അപ്പോൾ അഡാപ്റ്റർ വാങ്ങുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ. ഇതാണ് വരുന്ന ബോക്സ്. അപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പസഫിക് ബ്ലൂ ആണ്. അപ്പോൾ അതിന് പുറത്തൊരു കവറിംഗ് ഉണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്യാം. വാവ്, ആപ്പിളിൻ്റെ ആ ഫിനിഷിങ്, ആ ഡിസൈൻ, ഈ ഡിസൈൻ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. ബിൽഡ് ക്വാളിറ്റി എല്ലാം അടിപൊളി. അപ്പോൾ ഫോണിൻ്റെ ബോക്സിൽ വരുന്നത് USB-C ടൈപ്പ് കേബിളാണ്. പിന്നെ ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. പിന്നെ സിം ഇജക്റ്റിംഗ് ടൂൾ, ആപ്പിളിൻ്റെ സ്റ്റിക്കർ, ആസ് യൂഷ്വൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയാം. iPhone 12 Pro Maxൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചസ് സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 14.1 അപ്ഗ്രേഡബിൾ ടു 14.2 വരെ. ചിപ്സെറ്റ് കൊടുത്തിട്ടുള്ളത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ A14 ബയോണിക് ചിപ്സെറ്റാണ്. ദെൻ മെമ്മറി വരുന്നത് 128 GB, 256 GB ആൻഡ് 512 GB, അങ്ങനെ 3 വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനും 6 GB റാം കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രധാനമായിട്ട് വരുന്നത് ക്യാമറയാണ്. ബാക്ക് സൈഡ് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഓൺ 12 MP 1.6 അപ്പേർച്ചർ 26mm വൈഡ് ലെൻസും, സെക്കൻഡ് ക്യാമറ 12 MP 2.2 അപ്പേർച്ചർ 65mm ടെലിഫോട്ടോ ലെൻസും, അടുത്ത് തേർഡ് ക്യാമറ 12 MP 2.4 അപ്പേർച്ചർ 13mm അൾട്രാ വൈഡ് ലെൻസുമാണ്. ഇതിലെ ടെലിഫോട്ടോ ലെൻസിൽ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സെൽഫി ക്യാമറ, അതും 12 MP തന്നെയാണ്. അപ്പേർച്ചർ 2.2 23mm വൈഡ് ലെൻസാണ് അതിലുള്ളത്. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും 4K വീഡിയോ കേപ്പബിലിറ്റി ഉള്ളതാണ്. പിന്നെ ആപ്പ് പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ലേഡാർ സ്കാനർ ടോട്ടലി ഫോട്ടോഗ്രാഫിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.